പ്രതീക്ഷയാണുള്ളത്. രണ്ടാം ഘട്ടത്തിൽ അല്ലെങ്കിൽ രണ്ടാം തവണയാണ് നെയ്യാറ്റിൻകരയെ പ്രതിനിധീകരിച്ച് എൽ.ഡി.യുടെ സ്ഥാനാർത്ഥിയായി എത്തുന്നത്. എത്രത്തോളം ആത്മവിശ്വാസമുണ്ട്? നിലവിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. ആക്ച്വലി ഇതെൻ്റെ ജനിച്ച നാടാണ്. അവിടുത്തെ വിശ്വാസം എന്ന് പറയുന്നത് ജനങ്ങളിലുള്ള വിശ്വാസം, പിന്നെ നാട്ടിൻ്റെ ആവശ്യം എന്ന് പറഞ്ഞത് നമ്മളിവിടെ കർത്തവ്യമാണ്. അപ്പം അവിടെ ഈ ഭരിക്കുന്നവരൊന്നും ചെയ്യുന്നില്ല എന്നുള്ള ഈ ജനങ്ങൾ പറയുമ്പോൾ നമ്മളെപ്പോലുള്ളവർ മാറി നിൽക്കാൻ നമുക്ക് പറ്റില്ല. ഞാനൊരു ബിസിനസ്സുകാരനോ പൈസ ഉണ്ടാക്കാനോ അങ്ങനെയൊന്നും അല്ല. ബിസിനസ്സൊക്കെ എന്ന് പറഞ്ഞ് തൊഴിലവസരം കൊടുക്കാൻ വേണ്ടി മാത്രം ബൊമ്പെന്ന് വന്നിട്ട് ചെയ്യും. അപ്പോൾ ബാക്കിയുള്ള നാട് നന്നാവേണ്ടത് എൻ്റെയും കൂടെ ആവശ്യമാണ്. അതിൻ്റെ ഒരു കടപ്പാട്, അതിൻ്റെ ഉത്തരവാദിത്വം എന്നുള്ള നിലയിലാണ് ഞാൻ സെക്കൻഡ് ടൈം നെയ്യാറ്റിൻകര നിൽക്കുന്നത്. നെയ്യാറ്റിൻകരയുള്ള ജനങ്ങൾ, അവിടുത്തെ എല്ലാ പേരുടെ ഒന്നടങ്കമുള്ള ആവശ്യമായിരുന്നു നെയ്യാറ്റിൻകരയിൽ ഞാൻ നിൽക്കുന്നത്. അതാണ് സത്യം ഏറ്റെടുത്ത് ഒരു മാറ്റത്തിന് വേണ്ടി, വികസനത്തിന് വേണ്ടി നല്ലൊരു നെയ്യാറ്റിൻകര വികസനം. നെയ്യാറ്റിൻകര ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ പ്രധാനമായും ചർച്ചയാക്കുന്നത് ഈ നെയ്യാറ്റിൻകരയിലെ ഒരു വികസന മുരടിപ്പ് തന്നെയായിരിക്കും. അത്തരത്തിലുള്ള ചർച്ചയായിരിക്കും BJP ഉയർത്തി കാണിക്കുക. അത് വികസനം പറയേണ്ടതല്ല, അത് കാണുമ്പോഴേ നെയ്യാറ്റിൻകരയുടെ സ്ഥിതി അതാണ്. വികസനം എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. അതിനിപ്പോൾ പറഞ്ഞില്ല, ബാലരാമപുരം കഴിഞ്ഞിട്ടുള്ള അങ്ങോട്ട് റോഡ് തന്നെ ഒരു 10 വർഷമായിട്ട് ഒരു MLA ഉണ്ടെന്നുള്ള ആർക്കും അറിയില്ല. അവർ വീണ്ടും ഓരോ ജാതിയും മതവും പറഞ്ഞൊക്കെ നിൽക്കുന്നെങ്കിലും അത് തെറ്റായിട്ടുള്ള വഴിയാണ്. ഇനി ജനങ്ങൾ സഹിക്കില്ല. ജനങ്ങൾക്ക് വേണ്ടത് അവിടെ ജാതിയും മതമല്ല, എല്ലാം മനുഷ്യർ, എല്ലാവർക്കും ഈക്വലായിട്ട് എല്ലാവർക്കും അവകാശപ്പെട്ടതാണ് ആ നാട്. എല്ലാവരും ജീവിക്കണം ഈ നാട്ടിൽ. അത് രാഷ്ട്രീയം തെറ്റായിട്ടുള്ള വഴിയിൽ പോയി നാട്ടിനെ ഇല്ലാതാക്കിയല്ല ചെയ്യുന്നത്. പ്രിയ നരേന്ദ്രമോദി പറഞ്ഞ സബ്കാ സാത്ത് സബ്കാ വികാസ് ആദ്യം ജയിച്ചപ്പോഴേ പറഞ്ഞു. അതിന് പാകിസ്ഥാന് പോലും പോയി കൈ കൊടുത്തു എന്നുള്ളതാണ്. ശത്രുക്കളെ പോലെ NSSൻ്റെയൊക്കെ നമ്മൾ സത്യപ്രതിജ്ഞ ചെയ്യുന്നതൊക്കെ നമ്മൾ പറയും. നമ്മൾ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ നോക്കുകൊണ്ട് പോലും അടുത്തുള്ളവർക്ക് പ്രയാസം വരുന്നതെന്ന് വെച്ചാൽ അതുപോലെയാണ് ഗുരുദേവനൊക്കെ പറഞ്ഞിട്ടുള്ളത്, പഠിപ്പിച്ചത്. അതാണ് നമ്മളുടെ. ഒരിക്കലും വേറെ ദോഷം വരുന്ന ഒന്നും ഞാൻ ചെയ്യില്ല. ഈ നരേന്ദ്രമോദി സർക്കാരിന്റെ വികസന നേട്ടങ്ങളും വികസന പ്രവർത്തനങ്ങളും അത്തരത്തിലുള്ള പദ്ധതികളും തന്നെയായിരിക്കും കൂടുതൽ മണ്ഡലത്തിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നത് ഇത്തവണ BJP. തീർച്ചയായിട്ടും അതൊന്നും കേരളത്തിൽ നടപ്പാക്കുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യമാണ്. കുടിവെള്ളങ്ങൾ പോലും ഇല്ല. ഇപ്പോൾ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ സ്കീമിൻ്റെ കുടിവെള്ള പൈപ്പുകൾ ഇട്ടെങ്കിലും ഇന്ന് ആ റോഡിൻ്റെ ബാക്കി മെയിൻ്റനൻസ് പോലും ചെയ്തില്ല. അത് സ്റ്റേറ്റ് ഗവൺമെൻറ് ചെയ്യേണ്ടതാണ്. അത് വീണ്ടും അവർ സെൻട്രലിൽ നിന്നൊക്കെ പറഞ്ഞ് ജനങ്ങളെ പറഞ്ഞ് പറ്റിക്കുന്നതാണ്. യാഥാർത്ഥ്യം ജനങ്ങൾക്ക് അറിയില്ല. ജനങ്ങളിലൂടെ വലിയ ഫ്ലെക്സ് അടിച്ച് ബസ്സിൻ്റെ പറയുകയും പോസ്റ്റർ അടിച്ചും TV-യിലും ഒക്കെ പൈസ കൊടുത്ത് ഒരു പബ്ലിസിറ്റി ചെയ്യുന്നതല്ലാതെ ജനങ്ങളെ ഇനി പറ്റിക്കാൻ പറ്റില്ല. സോഷ്യൽ മീഡിയ അത്രയ്ക്ക് മുന്നിലാണ്. പ്രത്യേകിച്ച് നമ്മളെ ജനം TV സത്യസന്ധമായിട്ട് എല്ലാവരും കാര്യങ്ങൾ ജനങ്ങളിൽ എത്തിക്കുന്നു. അതൊക്കെ കാരണങ്ങളാണ്. തെരഞ്ഞെടുപ്പിന് കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. പ്രചരണത്തിൻ്റെ ഒരു ചൂടിലേക്ക് കടക്കുന്നത്. നോമിനേഷൻ കൊടുത്തു കഴിഞ്ഞിരിക്കുകയാണ്. എങ്ങനെയുണ്ട്? സംഘടനാ സംവിധാനങ്ങളൊക്കെ സജീവമായി പ്രവർത്തന രംഗത്ത് സജീവമായിട്ടുണ്ട്. നെയ്യാറ്റിൻകര എല്ലാം പെർഫെക്റ്റായിട്ട് സെറ്റാണ്. എൻ്റെ കൂടി നമ്മളെ ജില്ലാ പ്രസിഡന്റ് എൻ്റെ കൂടി വന്നിട്ട് ഞാൻ തിരുവനന്തപുരത്തിനാണ് കേട്ടത്. അപ്പോൾ പറഞ്ഞു, ചേട്ടാ നെയ്യാറ്റിൻകര എല്ലാം സെറ്റാണ്. സത്യത്തിൽ എല്ലാം ചുമരുകൾ പോലും എല്ലാം വെള്ളയടിച്ച് വെച്ചിരിക്കുകയാണ്. പേരെഴുതാൻ മാത്രമാണ് വെച്ചത്. അത് 2 ദിവസം മുമ്പെയാണ് നമുക്ക് ഡൽഹിയിൽ നിന്ന് ക്ലിയറൻസ് കിട്ടിയത്. അവിടെ പോയപ്പോൾ ഒന്നടങ്കം ഒന്നുമില്ല, മാർഗമൊന്നുമില്ല, അവിടെ ഒന്നുമില്ല. ഏറ്റവും കൂടുതൽ വനിതകളാണ്. എനിക്കിന്ന് കെട്ടിവയ്ക്കേണ്ട പൈസ വന്നതിൻ്റെ സ്കൂളിലെ സ്റ്റാഫാണ്. അത് ആയ, ടീച്ചർ, ബാക്കി എല്ലാവരും ചേർന്നിട്ട് എൻ്റെ ഓഫീസിൽ വന്ന് തരികയാണ്. ഞാൻ അവിടെ പോയി പോലും പറഞ്ഞു. അതാണ് നമ്മളിന്ന് കെട്ടിവെച്ചേക്കുന്നത്. അപ്പോൾ അവരുടെ എല്ലാം ആഗ്രഹമാണ് നമ്മളെ നാട്ടിൽ നിന്ന്. അവരിൽ തന്നെ വിശ്വാസമുണ്ട്. ആ നാട്ടിൽ തന്നെ ഇത്രയും നല്ലൊരു സ്കൂളും വിദ്യാഭ്യാസ സ്ഥാപനം നടക്കുമ്പോൾ ഇനി അവിടെ യൂണിവേഴ്സിറ്റി ആയിട്ട് തന്നെ മാറ്റണമെന്നാണ് എൻ്റെ ലക്ഷ്യം. അതിൻ്റെയൊക്കെ ആവശ്യമാണ്. മാറാത്തത് മാറും എന്ന ഒരു നിലപാടാണ്, ഒരു മുദ്രാവാക്യമാണ് BJP മുന്നോട്ട് വയ്ക്കുന്നത്. ഇത്തവണ നെയ്യാറ്റിൻകരയും മാറും എന്ന ആത്മവിശ്വാസം തന്നെയാണ് പ്രകടിപ്പിക്കുന്നത്. ഇത് മാറിയേ പറ്റുള്ളൂ. ജനങ്ങൾ നെയ്യാറ്റിൻകര എന്ന് പറയുന്നത് കേരളത്തിൻ്റെ ഭാഗമല്ലേ, ഭാരതത്തിൻ്റെ ഭാഗമല്ലേ. നെയ്യാറ്റിൻകരക്കാർ സഹിക്കാനല്ലല്ലോ ചോദിക്കുക. അത് മാറേണ്ടതാണ്. അതാണ് ആദ്യം മാറേണ്ടത്. കാരണം അത്രയ്ക്കുള്ള എല്ലാം ഉണ്ടായിരുന്നിട്ട് കൃഷി, വെള്ളം എല്ലാം കൂടെ ഇല്ല. കുളങ്ങളും എല്ലാം പറ്റി അതെല്ലാം വേസ്റ്റായിട്ട് കിടക്കുകയാണ്. ഒന്നും ഡെവലപ്മെൻറ്റ് ചെയ്യുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യം 100% മാറ്റേണ്ടതാണ്.